St. Joe's Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. St. Joe's Central School. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് തൃശൂർ കുത്തുപാറയിലെ വസതിയിൽ സുരക്ഷിതമായി തിരികെയെത്തി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് തൃശൂർ കുത്തുപാറയിലെ വസതിയിൽ സുരക്ഷിതമായി തിരികെയെത്തി. 29 വയസ്സുകാരനായ ജയൻ കുര്യനെ നാടൊന്നാകെ സ്വീകരിച്ചു. ഇന്ന് വൈകിട്ട് 3 മണിയോടെ വീട്ടിൽ എത്തിയ ജയനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു. ആദ്യം ഡൽഹിയിലെത്തിയ ജെയിൻ തുടർന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. ജെയിന്റെ ഒപ്പം റഷ്യയിൽ എത്തിയ സന്ദീപ്, ബന്ധു കൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജെയിനിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1 വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷൻ ഇടപെട്ട് ജെയിനെ ഡൽഹിയിൽ എത്തിച്ചത്. തുടർന്നാണ് വീട്ടിൽ തിരികെ എത്തിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വരാൻ കുറേ പേര് സഹായിച്ചു. കുറേ പേരുടെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സഹായിച്ച എല്ലാവർക്കും കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും പേര് പറഞ്ഞ് ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. തിരിച്ചെത്താൻ സഹായിച്ചതിന്. എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് തിരിച്ചെത്താൻ പറ്റി. ഒരുപാട് നന്ദി എല്ലാവർക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് റിലീസായി. എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു. അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരിച്ച് അവിടേക്ക് തന്നെ. അപ്പൊ പിന്നെ മലയാളി സമാജത്തിന്റെ ആൾക്കാരായിരുന്നു യാത്രാ സൗകര്യമൊക്കെ അവര് ഏർപ്പെടുത്തി തരുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റും അവർ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചായിരുന്നു പോയിണ്ടായിരുന്നു. 2 പേരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ടീമായിട്ട് പുള്ളീനെ മാറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഞാൻ പുള്ളിയുടെ മൃതദേഹം കണ്ടത്. രാവിലെ കണ്ടപ്പോൾ ആ ബോഡി മുഴുവൻ മരവിച്ച് കിടക്കുകയായിരുന്നു. റോഡ് സൈഡിലല്ല, ഒരു കാട് പോലത്തെ ഏരിയ ആയിരുന്നു. അവിടെ കാണുക ചെയ്ത് കമന്ന് കിടക്കുകയായിരുന്നു. ഞാൻ നേരെ മലത്തിയിട്ടിട്ട് നോക്കിയപ്പോഴായിരുന്നു ആളായിരുന്നു മനസ്സിലായത്. അങ്ങനെ കാണായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രയും നാൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്രയും നാൾ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. അപ്പോഴും നമുക്ക് ജോലിയായിട്ടുണ്ടായിരുന്നത് വേറെ ഈ ഫുഡ് കൊടുക്കണ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചേരണ പരിപാടിയായിരുന്നു. അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഡ്രോണും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭയാനകമായിട്ടുണ്ടായിരുന്നില്ല. അവസാന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു എനിക്കും അപകടം പറ്റിയത്. വിനീതേട്ടനും അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.